സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സത്വ ആയുർവേദയിലെ ഡോക്ടർ അൻസിജയാണ്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആളുകൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കി എന്നും പറയാം. അപ്പോൾ എത്രത്തോളം ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്നെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഓക്കെ. ആക്ച്വലി പോസ്റ്റ്നേറ്റൽ കെയറിൽ എസ്പെഷ്യലി മദറിന്, ബേബിക്ക് നമ്മൾ സപ്പോർട്ടീവായിട്ട് കെയർ കൊടുക്കുന്നുണ്ടെങ്കിലും മദറിൻ്റെ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയുവാണെങ്കിൽ നമ്മൾ ഡ്യൂറിങ് ലേബർ പ്രോസസ്സ്, അതായത് ഡെലിവറിയുടെ ടൈമിൽ അത് നോർമൽ ലേബർ ആണെങ്കിലും സിസേറിയൻ ലേബർ ആണെങ്കിലും അത്രയും സിനാരിയോയിലൂടെയാണ് അത് പോകുന്നത്. ഡ്യൂറിങ് ദ ലേബർ പ്രോസസ്സ് നല്ലപോലെ ഫിസിക്കൽ എക്സോഷൻ ഉണ്ട്, അതുപോലെ ബ്ലഡ് ലോസ് വരുന്നുണ്ട്, ഫ്ലൂയിഡ് ലോസ് വരുന്നുണ്ട്. അതുപോലെ അത്രയും കാര്യങ്ങൾ കൊണ്ട് ആക്ച്വലി മദറിൻ്റെ മീൻസ് ഫിസിക്കൽ എനർജി ഈസ് ഡ്രെയിനിങ് ആക്ച്വലി. അതേപോലെ തന്നെ ജസ്റ്റ് ആഫ്റ്റർ ലേബർ ആണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ്ങിന് അത്രയും എനർജി ലെവൽ വേണം, കാരണം അത്രയും ഫ്ലൂയിഡ് ലെവൽ എടുക്കണം, അത്രയും നറിഷ്മെൻറ്റ് പോകണം, കാരണം ബേബിക്കുള്ള കംപ്ലീറ്റ് നറിഷ്മെൻറ്റ് പോകുന്നത് ബ്രസ്റ്റ് ഫീഡ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഫിസിക്കൽ റിക്കവറി, അതായത് ഓൾറെഡി നമ്മൾ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു യൂട്രൈൻ റിക്കവറി വേണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പെയിൻ, എയ്ഡ്സ്, ബാക്ക് പെയിൻ, അപ്പർ ബാക്ക് പെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു റിക്കവറി വേണം. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ആക്ച്വലി ഈ ലേബർ കഴിയുമ്പോൾ, ഡെലിവറി കഴിയുമ്പോൾ ഹോർമോൺസിന് സഡൻ ഒരു ഡ്രോപ്പാണ് വരുന്നത്. അത് ആക്ച്വലി കൂടുതലായിട്ട് മൂഡ് എലിവേഷൻസും അതുപോലെ ഡിപ്രഷൻസും ഉണ്ടാക്കും. അപ്പം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്നേറ്റൽ കെയർ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? പോസ്റ്റ്നേറ്റീവ് കെയറിന് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നോർമലി നമ്മൾ അത് തന്നെ എനിക്ക് തോന്നി ഇപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ആണോ? എല്ലാവർക്കും കോമൺ അല്ല. ആക്ച്വലി പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനും ഫസ്റ്റ് നമ്മളൊരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ വെക്കുന്നുണ്ട്. അപ്പം ഈവൻ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ തന്നെ ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് അപ്രോച്ചാണ് നമുക്ക് എടുക്കേണ്ടത്, കാരണം അവരുടെ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അതെന്താണോ റൂട്ട് കോസ്, ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കൗൺസിൽ ചെയ്യണം. അപ്പം ഒരുവിധം എല്ലാ മദേഴ്സും അവർക്കൊരു മീൻസ് ഡെലിവറി വരെ എല്ലാവർക്കും അറിയാം, ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ട്, ഫീഡിങ് എവറി 2 hours കൊടുക്കണം. ഇതെല്ലാം പെട്ടെന്ന് മെൻ്റലി അഡാപ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. എല്ലാവരും ഡെലിവറി വരെയുള്ള അവയർനെസ് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ വളരെ കുറച്ചുള്ള അവയർനെസ് ആയി കിട്ടുന്നുള്ളൂ. പോസ്റ്റ്നേറ്റൽ കെയർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്ന സത്വ ആയുർവേദ അൻസിജ ഡോക്ടറിന് ഒത്തിരി നന്ദി. ശരിയാണല്ലേ ഡോക്ടർ, ഈ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഒത്തിരി ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം സത്വയിൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും സത്വയിലേക്ക് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ച ഡോക്ടറിന് ഒരു വലിയ താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സത്വ ആയുർവേദ ആയുരാരോഗ്യത്തിലെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.